റഹീം, അടിയന്തരാവസ്ഥ കാലത്താണ് കിസ കുർസിക്ക എന്ന് പറയുന്ന അമൃത് മഹാത്തയുടെ ചിത്രം ഭരണകൂടം പോയി അതിൻ്റെ എല്ലാ നെഗറ്റീവുകളും കൊണ്ടുപോയി കത്തിച്ചു കളയുന്നത്. ഒരു സാമ്പിൾ പോലും വെച്ചില്ല ആ സിനിമയുടെ. പക്ഷെ അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. ഇപ്പോൾ 94 കട്ടാണ് എമ്പുരാനു ശേഷം ജാനകി എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് സെൻസർ ബോർഡ്. അതും അപ്രഖ്യാപിതമായ കട്ടെന്ന് പറയണം, ഇതുവരെയും രേഖാമൂലം എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ശബരിമലയിൽ പറയുന്നു ഭീതിതമായൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കാര്യങ്ങൾ. ഇതെവിടേക്കാണ് പോകുന്നത് ശ്രീ എ റഹീം? ഇതൊരു നവഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ കാണണം. താങ്കൾ നേരത്തെ പറഞ്ഞത് അടിയന്തരാവസ്ഥയാണ്, അതും രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഈ പറയുന്ന കടുംവെട്ടുകളുടെ കാര്യം പറയുന്നു, ഇതും രാഷ്ട്രീയമാണ്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഇന്ത്യ ഭരിക്കുന്നു എന്നതാണ് പ്രശ്നം. ആ അസഹിഷ്ണുത വെറുതെ ഉണ്ടാകുന്നതല്ല. നിങ്ങൾ സെൻസർ ബോർഡിന്റെ മുന്നിൽ ഇവർ പ്രതിഷേധിക്കുന്നു, തീർച്ചയായും പ്രതീകാത്മകമായ പ്രതിഷേധം ശരിയാണ്. പക്ഷേ അവരുടെ പ്രതിഷേധ ശബ്ദങ്ങൾ അലയൊലിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇക്കാര്യത്തിലെ രോഷവും ഭയാനകമാണ് എന്ന അഭിപ്രായവുമെല്ലാം തന്നെ അലയടിക്കേണ്ടത്, എതിരായി രൂപപ്പെടേണ്ടത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടായിരിക്കണം എന്നതാണ് എന്റെ വിനയപൂർവ്വമായ അഭിപ്രായം. ഇത് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്, സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്നുള്ളത്. ഇതൊരു നവഫാസിസ്റ്റ് ലക്ഷണങ്ങളുള്ള വളരെ കൃത്യമായൊരു ഭരണകൂടമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ അരുൺ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിരുന്നു. ആ പരാമർശിച്ച കാര്യങ്ങളിൽ കുറെ സിനിമകളുടെ പേര് പറഞ്ഞു. അതിനേക്കാൾ എത്രയോ രസകരമായ കാര്യമുണ്ട്. നിങ്ങൾ ജാനകി എന്ന പേര് വന്ന എന്ത് സ്വന്തം ജാനകി കുട്ടിയും തുടങ്ങിയതൊക്കെ പറഞ്ഞു. നിർമ്മാല്യത്തിലെ കഥാപാത്രം ഇവിടെ ശബരിമലയിലിനോട് ചോദിച്ചതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണല്ലോ. നിർമ്മാല്യത്തിലെ അവസാനത്തെ സീൻ ഇതുപോലെ പുനരാവിഷ്കരിക്കാൻ ഇനി സാധിക്കുമോ എന്നൊരു ചോദ്യം. അത് ഈ കേരളത്തിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് എന്ന് മറന്നു പോകരുത്. അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണെന്ന് മറന്നു പോകരുത്. ദശാവതാരം മറ്റൊരു സിനിമയായിരുന്നു. പൂച്ച സന്യാസി വേറൊരു സിനിമയായിരുന്നു. കുഞ്ഞി രാമായണം, രാമായണത്തിലൊരു കഥാപാത്രമാണ് പ്രശ്നമെങ്കിൽ രാമായണം തന്നെ സിനിമയായി വന്നിട്ടുണ്ട്, പേരിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ, നിങ്ങൾ നോക്കൂ, കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവിടെ കാഞ്ചന സീത, സീതയുടെ മറ്റൊരു പേരാണ് ഇവിടെ തർക്കമെങ്കിൽ കാഞ്ചന സീത എന്നൊരു സിനിമ തന്നെ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന് സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന മറ്റൊരു സിനിമയാണ് അയ്യപ്പനും കോശിയും. അയ്യപ്പൻ ഇതാ പേരിൽ പരാമർശിക്കപ്പെടുന്നു. ദശരഥം ഇതുപോലെ വന്നൊരു സിനിമയാണ്. രാവണ പ്രഭു ഇതുപോലെ വന്നൊരു സിനിമയാണ്. പോട്ടെ, സമീപകാലത്ത് വന്ന അരുൺ ഗോപിയുടെ രാമലീല. നിങ്ങൾ നോക്കൂ, ഹിന്ദിയിൽ ബ്രഹ്മാസ്ത്ര, രാവൺ, ഇതെല്ലാം തന്നെ വന്നു കഴിഞ്ഞ പടങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇതിനകത്ത് വളരെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. എന്താണത്? ഈ സിനിമയുടെ നായകനാരാണ്? ഈ അസഹിഷ്ണുതയുള്ള ഈ മന്ത്രിസഭയിലെ ഒരംഗമാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മന്ത്രിസഭയിലെ ഒരംഗം, BJP മന്ത്രിസഭയിലെ NDA മന്ത്രിസഭയിലെ ഒരംഗം നായക കഥാപാത്രമായി വരുന്ന ഒരു സിനിമ. ആ നായക കഥാപാത്രമായി വരുന്ന ഒരു സിനിമയിലാണ് ഇങ്ങനെ ഈ ഗവൺമെന്റ് ബോധപൂർവം ചെയ്തിരിക്കുന്നത്. അത് ആസൂത്രിതമാണ്, വളരെ കൃത്യമാണ്. എന്താണ് അത്? കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. സുരേഷ് ഗോപി ആയാൽ പോലും, ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെങ്കിൽ പോലും, ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല. ഇതാണ് പറയുന്നത്. എന്താ നിലപാട്? അത് അസഹിഷ്ണുതയുടെ നിലപാടാണ്. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു ചിത്രം നിർമ്മിക്കാൻ, ഇല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും ഒരു ഡയലോഗ് ഡെലിവറിയിലെങ്കിലും ഇന്നത്തെ ഗവൺമെന്റിനെതിരായി ഒരു അഭിപ്രായം പറയാൻ, ഇല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിനോടോ വിശാലമായ രാഷ്ട്രീയത്തിനോടോ എതിരഭിപ്രായം പറയുന്ന ഒരു ഡയലോഗെങ്കിലും ഇനി ഏതെങ്കിലും ഒരാൾക്ക് എഴുതാൻ പേനയുന്തുമോ, ഒരാൾ കൈവരുമോ? ഇതാണ് പ്രശ്നം. ഇവിടെ പറഞ്ഞല്ലോ, ഭയം ഭയാനകമാണ് എന്ന് ശ്രീ സിബി മലയിലിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു ചലച്ചിത്ര സംവിധായകൻ പറയുന്നു. ശ്രീ രഞ്ജി പണിക്കരുടെ സ്റ്റേറ്റ്മെന്റ് അല്പം മുമ്പ് ഞാൻ കണ്ടു. ശ്രീ B ഉണ്ണികൃഷ്ണൻ ഇതിനോട് പ്രതികരിക്കുന്നത് കണ്ടു. ഇവിടെയെല്ലാം വളരെ ലെജൻഡറി ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട മുഖങ്ങൾക്ക് പോലും ഇവിടെ വരുന്ന ഇത് ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷവും ആവരണവും വരെയല്ലേ. ഭയം കീഴടക്കുന്ന രാജ്യമായി മാറുകയാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് അരുൺ ഒരു ചോദ്യം, വളരെ കൗതുകരമായൊരു ചോദ്യം വായിക്കാനിടയായി. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. അതിന് ഉത്തരം ഫിയർ, ഭയം എന്നായിരുന്നു. ഭയം ഭരിക്കുന്ന രാജ്യം. അപ്പൊ നിരോധനങ്ങൾ കൊണ്ട്, സെൻസർഷിപ്പ് കൊണ്ട് ഭയം ഭരിക്കുക. ആ ഭയത്തിന്റെ നിഴലിൽ ആജ്ഞാനുവർത്തികളായി സാധാരണഗതിയിലുള്ള സാധാരണ ചിന്താഗതിയോടെ ഇമ്രാന്ന് വിളിച്ച് കൈകൂപ്പി നിന്ന് എല്ലാ മനുഷ്യരും വരിവരിയായി നിന്ന് അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു പൗരന്മാരെ, ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. എതിർ ശബ്ദങ്ങളില്ലാത്ത ഒരു രാജ്യം. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിസ്സാരമായ ഒരു നീതീകരണമില്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചിട്ടുള്ളത് ആരായിരിക്കും?
തീർച്ചയായും സംവിധായകനും തിരക്കഥാകൃത്തും കഴിഞ്ഞാൽ പിന്നെ ഇത് സൂക്ഷ്മമായി വായിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് ശ്രീ സുരേഷ് ഗോപിയാണ്. ആ ശ്രീ സുരേഷ് ഗോപി എന്ന BJP മന്ത്രിസഭയിലെ ഒരു മന്ത്രി, BJP നേതാവ് വായിച്ചു കേട്ട സ്ക്രിപ്റ്റ്, അതായത് വിശാലാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ BJP രാഷ്ട്രീയത്തോട് ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് സെന്റിമെന്റ്സിനോട് ഒരു തരത്തിലും അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഒരു നീതീകരിക്കാനാകാത്ത, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറഞ്ഞാല് തൊടുന്യായം എന്ന് പറയുമല്ലോ, തൊടുന്യായം പറഞ്ഞ് ഒരു സിനിമയെ തടയുന്നത് ഈ സിനിമയ്ക്കെതിരായ കട്ട് മാത്രമാണെന്ന് കരുതരുത്. ഇതൊരു വലിയ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ കൂടുതൽ സംഘപരിവാറിന്റെ ബന്ധുവാണെങ്കിൽ പോലും സംഘപരിവാറിന്റെ സാമൂഹിക വഴക്കങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അഡ്വക്കേറ്റ് റഹീം, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും രൂപേഷിന്റെ നോവൽ പുറത്തു വരുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ആ സമയത്ത് ഒടുവിൽ മുഖ്യമന്ത്രിയാണ് പിന്നീട് ഉറപ്പ് നൽകുന്നത്. ആ സമയത്തും ഇതേപോലെയുള്ള വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരെയും ഉണ്ടായിരുന്നു. രൂപേഷ് എന്ന് ജയിലിൽ കിടന്ന് നോവൽ എഴുതുമ്പോൾ ഒടുവിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു രൂപേഷിന് നോവൽ പുറത്തു വരാൻ. അപ്പോൾ അത്തരമൊരു സാഹചര്യം എല്ലാ ഭരണകൂടങ്ങളിലും ഒരു പ്രത്യേകതയാണെന്നൊരു സംശയം കൂടിയുണ്ട് റഹീം. അത് സംഘപരിവാറാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും. തെറ്റാണത്. ഇതിനെ സമീകരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഇതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ വലിയ അപരാധമാണ്. എങ്ങനെയെന്ന് അറിയുമോ, എല്ലാം ഒരുപോലെയാണ്, അതൊക്കെ അവരും ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് സംഘപരിവാറിന് നല്ല നിലയ്ക്ക് വെള്ളം കോരി കൊടുക്കലാണ്. അതൊരിക്കലും ചെയ്യരുത്. ചരിത്രമറിയാവുന്നവർക്കറിയാം എന്താണ് സംഘപരിവാറിന് രാഷ്ട്രീയം എന്നറിയാം, എന്താണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായി രൂപപ്പെട്ടു എന്നാൽ എന്തായിരിക്കും എന്ന് അറിഞ്ഞൂടാത്ത ആളല്ല അരുണ്. ഈ ചർച്ചയിൽ എതിരഭിപ്രായമൊന്നും വരാത്തതുകൊണ്ട് എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ചോദിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതുണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. ഇപ്പം മനസ്സിലായി, ഞാൻ പറയാം. അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ എവിടെയെങ്കിലും അസഹിഷ്ണുതയുണ്ടോ? ഇല്ല. ഞാൻ അരുണിനോടൊരു പുസ്തകം തിരിച്ച് റെഫർ ചെയ്യാം. ഈ രൂപേഷിന്റെ കാര്യം ഞാൻ ആ ടൈം ലൈൻ ഓർമ്മിക്കുന്നില്ല. ഏതായാലും അങ്ങ് തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ അത് ഉറപ്പ് കൊടുത്തു, നോവൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു വിലക്കൊന്നും ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ അല്ല, അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റോ പാർട്ടിയോ സ്വീകരിക്കില്ല. ഞങ്ങളെല്ലാപ്പോഴും വിയോജിച്ചുകൊണ്ട് യോജിക്കാവുന്ന ഒരു പുസ്തകം എന്ന് CM പറയുകയും എഴുതുകയും ചെയ്തൊരു പുസ്തകമുണ്ട്. NB ഉല്ലേഖിന്റെ ഒരു പുസ്തകമാണ്. കണ്ണൂരിലെ കലാപങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനാർഹമായൊരു പുസ്തകമുണ്ട്. പഠിച്ച് അപഗ്രഥിച്ച് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ രൂക്ഷമായ ഭാഷയിൽ പലയിടങ്ങളിലും CPM വിമർശിക്കുന്നുണ്ട്. അതിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തയാളാണ് സഖാവ് പിണറായി വിജയൻ. മാത്രമല്ല ആ പുസ്തകത്തിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, അത് വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, വിയോജിപ്പുകളോടെ യോജിക്കാവുന്ന പുസ്തകം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിയോജിപ്പുള്ളപ്പോൾ വിയോജിപ്പ് ഉറപ്പ് പറയാനും യോജിക്കേണ്ടത് യോജിക്കാനും, പക്ഷേ വിയോജിപ്പോടുകൂടി ഒരു ആവിഷ്കാരത്തെ, ഒരു ക്രിയേറ്റിവിറ്റിയെ സമീപിക്കാനും നല്ല രാഷ്ട്രീയ പക്വതയുള്ള ഗവൺമെന്റും പാർട്ടിയുമാണ് ഞങ്ങളുടെ നയവും അതാണ്. ഇനി അതുപോലെ ഒരു സമീകരണം ഇവിടെ നടക്കില്ല. നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാര്യം ശരിയാണ്. അത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അത് ചെയ്തിരുന്നു. താങ്കളുടെ പരാമർശിക്കാത്ത ഇതിനേക്കാൾ വലിയ സെൻസർഷിപ്പ് ചെയ്തിരുന്നു. വിരുദ്ധ ശബ്ദങ്ങളെയെല്ലാം രൂക്ഷമായി കൊന്നൊടുക്കിയിരുന്നു. ഒക്കെ ശരിയാണ്. ഞാൻ സമീകരിക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷേ ആളുകളുടെ എന്നൊക്കെ പറയുന്ന പോലെ സാമൂഹിക സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം, ആ നാടകം 1986 സഭയുടെ നിർദ്ദേശത്തെ തുടർന്ന്, സഭയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, ഡെമോക്രാറ്റിക് പെർഫോമൻസ് ആക്ട് പ്രകാരം അത് നിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് കേരളത്തിൽ. അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ ഈശോ സിനിമയുടെ കാര്യം പറഞ്ഞു, അതുപോലെ പല അഭിപ്രായങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതും തമ്മിൽ സമീകരണം സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഇപ്പൊ ഈശോ സിനിമ ഈ ചർച്ചയിൽ തന്നെ പലരും പറഞ്ഞു. നിങ്ങൾ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് പറഞ്ഞു. വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ മതസംഘടനകൾ അല്ലെങ്കിൽ വിവിധ മതത്തിൽപ്പെട്ടവർ അവരുടേതായ വികാരങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. നേരത്തെ സെന്റിമെന്റ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇതല്ല. ഇതെന്ന് പറഞ്ഞാല് ഒരു ഭരണകൂടത്തിന്റെ തന്നെ, ഒരു ഗവൺമെന്റിന്റെ തന്നെ നിലപാടായി ഇത് മാറുകയാണ്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഗവൺമെന്റ് പറയുകയാണ്, ഞങ്ങൾ കുറെ വരച്ചിട്ടുണ്ട്, ഇതിനപ്പുറമോ ഇപ്പുറമോ പോകാൻ, അഭിപ്രായം പറയാൻ നിങ്ങൾക്കൊരാൾക്കും അവകാശമില്ല, ഈ മന്ത്രിസഭയിലുള്ളയാളാണെങ്കിൽ പോലും. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മനസ്സിലായി. Debate with Dr. Arun Kumar.